കൊല്ലം അഞ്ചൽ LPSൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച് സ്കൂളിൽ മുണ്ടുടുത്തുവന്ന UKG വിദ്യാർത്ഥിക്ക് അധ്യാപിക വക ശാസനയും അപമാനിക്കലും. രക്ഷിതാക്കൾ അധ്യാപികയ്ക്കെതിരെ ചൈൽഡ് ലൈനിൽ പരാതി നൽകി. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI DYFയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിലെ കഥാപാത്രങ്ങളെ അനുകരിച്ചു വന്ന 5 വയസ്സ് മാത്രം പ്രായമുള്ള പ്രീ പ്രൈമറി വിദ്യാർത്ഥിയാണ് സ്കൂളിലെ അധ്യാപിക മുണ്ടുടുത്തു വന്നതിന് മാന്യമായ വേഷം ധരിച്ചു വരണമെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്തുവെന്ന് കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. ആ ടീച്ചർ വളരെ മോശമായി കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കുകയും അവനെ വഴക്ക് പറയുകയും മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഇനി മേലെ സ്കൂളിൽ വരരുത്, അടിവസ്ത്രം കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇനി മേലെ ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവൻ്റെ അടുത്ത് സംസാരിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കാരണം തിരക്കാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ ചെന്ന് എന്തിനാണ് ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ ഈ 5 വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ ആക്ഷേപിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മളടുത്തും ഇതേപോലെ ഞാനിവിടെ പറയാൻ പറ്റാത്ത ചില വാക്കുകൾ നമ്മളടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള രീതിയിലാണ് കുട്ടിയുടെ അമ്മയുടെ അടുത്ത് അഖില ടീച്ചർ സംസാരിച്ചത്. UKGയിൽ പഠിക്കുന്ന കുഞ്ഞെന്ന പരിഗണന പോലും നൽകാത്ത അധ്യാപികയെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും പൊതുവിദ്യാലയത്തിൽ നിലനിർത്തേണ്ട കുട്ടിയെ TC കൊടുത്ത് HM പുറത്താക്കിയെന്നാരോപിച്ച് SFI DYFA പ്രവർത്തകർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഉപരോധിച്ചു. ഇപ്പൊ നിലവിൽ AEയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സ്കൂളിലെ HMനും ആ ടീച്ചറിനും അഖില എന്ന് പറയുന്ന ടീച്ചറിനും നോട്ടീസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കൃത്യമായ ഇതിന്റെ പരിശോധന നടത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ മൊത്തം അവരുടെ എല്ലാ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതിന്റെ പരിശോധന നടത്തി നിയമ നടപടികളിലേക്ക് പോകാമെന്ന് AEU എന്ന് ഉറപ്പ് തന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത്. സംഭവത്തിൽ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകി. DYFI SFI സമരത്തിന്റെ ഭാഗമായി സ്കൂൾ HM ടീച്ചർ എന്നിവർക്ക് നോട്ടീസ് നൽകാനും വിശദമായ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. ആ പരാതി പരിശോധിക്കുകയും ബന്ധപ്പെട്ട സ്കൂൾ HMനെയും ബന്ധപ്പെട്ട ടീച്ചറിനെയും നോട്ടീസ് നൽകിക്കൊണ്ട് വിശദീകരണം ആവശ്യപ്പെടുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിശദീകരണം കിട്ടുന്ന മുറയ്ക്ക് തന്നെ സ്കൂളിലെ PTAയും SMCയും ഇതുമായി ബന്ധപ്പെട്ട മറ്റധ്യാപകരുണ്ടെങ്കിൽ അവരുമായി കൂടിയാലോചന നടത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി DOയ്ക്ക് താമസവിന നൽകും. DYFI അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ്, സെക്രട്ടറി ഷൈൻ ബാബു, SFI ഏരിയ പ്രസിഡന്റ് ഫൈസൽ, സെക്രട്ടറി അതുൽ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ്, ഗോകുൽ, സംഗീത തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.